നമസ്കാരം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഈ മാസവും വൈകും. ട്രഷറികളിലെത്തിയ ശമ്പള ബില്ല് പ്രോസസ്സ് ചെയ്യാനുള്ള നിർദ്ദേശം മന്ത്രി ബാലഗോപാൽ നൽകാത്തതാണ് ശമ്പളം വൈകുന്നതിന് കാരണം. ട്രഷറി ഉദ്യോഗസ്ഥർ ബില്ലുകളും നോക്കി അന്തം വിട്ട് ഇരിക്കുകയാണ്. ബാലഗോപാൽ ഒന്നും മിണ്ടുന്നില്ല. ട്രഷറി ഡയറക്ടറും ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ മാസത്തെ പോലെ ശമ്പളം അക്കൗണ്ടിൽ എത്തുമെന്നാണ് ധനവകുപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചന. പെൻഷൻകാരുടെ അവസ്ഥ അതിലും ദയനീയമാണ്. ആദ്യ ദിനം ലഭിക്കേണ്ട പെൻഷൻ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും പെൻഷൻ അക്കൗണ്ടുകളിലുള്ള നേരത്തെയുള്ള പണം പിൻവലിക്കാനും സാധിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. കഴിഞ്ഞ മാസത്തെ പോലെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നായിരുന്നു ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമെന്നായിരുന്നു ബാലഗോപാലിന്റെ വാഗ്ദാനം. മന്ത്രിയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരിക്കുകയായിരുന്നു ജീവനക്കാരും പെൻഷൻകാരും. ശമ്പളവും പെൻഷനും വൈകുന്നതിന്റെ കാരണം ബാലഗോപാൽ വെളിപ്പെടുത്തുന്നില്ല. പതിവ് പോലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആദ്യ ദിനം തന്നെ ശമ്പളം കിട്ടി. ഇതിനിടെ ശമ്പളം മുടങ്ങുന്നതിലും ക്ഷാമബത്ത കുടിശ്ശികയായതിലും പ്രതിഷേധിച്ച് ജീവനക്കാർ സമരരംഗത്തേക്ക് വന്നു. സമരം ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം നൽകുന്നത് ഔദാര്യമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നവർ ജനാധിപത്യത്തിന്റെ അന്തസത്തയെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി. ക്ഷാമബത്തയ്ക്ക് വേണ്ടി ജീവനക്കാർ കോടതിയെ സമീപിച്ചപ്പോൾ DA കുടിശ്ശിക ഇല്ലെന്നാണ് സർക്കാർ ബോധിപ്പിച്ചത്. ഇത് ഒരു ഭരണകൂടം എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടതിന്റെ തെളിവാണ്. എക്കാലവും അധികാരത്തിൽ ഇരിക്കും എന്ന വ്യാമോഹമാണ് ഭരണകർത്താക്കളെ നയിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അഴിമതിയും ധൂർത്തും നടത്തി ഭരണം നടത്തുന്നവർ നാളെ അധികാരം വിട്ടൊഴിയേണ്ടി വരും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്നും തിരുവഞ്ചൂർ ഓർമ്മിപ്പിച്ചു. ജീവനക്കാർക്ക് ക്ഷാമബത്ത ലഭിച്ചിട്ട് 3 വർഷമായി. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയപ്പോൾ കുടിശ്ശികയുള്ള 21% ക്ഷാമബത്തയിൽ 2% നൽകി ജീവനക്കാരെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. 2019 നടന്ന ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നൽകാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 4 ഗഡുക്കളായി നൽകുമെന്ന് ഉത്തരവിട്ടെങ്കിലും 3 ഗഡുക്കളും നൽകിയിട്ടില്ല. ഇതിന് പുറമെയാണ് ശമ്പളം തടഞ്ഞു വെക്കുന്നത്. ഈ മാസത്തെ ശമ്പളം എന്ന് ലഭിക്കും എന്ന കാര്യത്തിൽ ധനകാര്യ മന്ത്രിക്ക് പോലും ഉറപ്പില്ല. ഇന്നു മുതൽ നൽകേണ്ട സറണ്ടർ 5-ാം വർഷവും നിഷേധിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ധനവിനിയോഗം എങ്ങനെയാകണമെന്ന കാര്യത്തിൽ ഒരു തിരിച്ചറിവുമില്ലാത്തവരാണ് ഭരണത്തിൽ ഇരിക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ട്രഷറി തുറന്നു വെച്ചിരിക്കുന്നുവെങ്കിലും ഫലത്തിൽ പൂട്ടിയിരിക്കുകയാണ്. ശമ്പളത്തിനും നിത്യ ചെലവുകൾക്കും പണമില്ലാതെ വലയുന്നു എന്ന് പറയുന്നവർ പുതിയ ധൂർത്തുകൾക്ക് യഥേഷ്ടം പണം ചെലവഴിക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ വലിയ കടക്കണിയിലേക്കാണ് നയിക്കുന്നത്. ഈ ധൂർത്തിന് പണം നൽകേണ്ടി വരുന്നത് പാവപ്പെട്ട നികുതിദായകരാണ്. അധികാരം എല്ലാവരെയും വേട്ടയാടാനുള്ള ലൈസൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഭരണകൂടങ്ങളുള്ള കാലഘട്ടമാണ്. ഏത് അവകാശം കവർന്നെടുത്താലും പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ സംഘടനകൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവരാണ്. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ കവർന്നെടുത്താൽ ശക്തമായ പ്രക്ഷോഭം സർക്കാർ നേരിടേണ്ടി വരുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. കടം വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതായ ഗവൺമെന്റ് ഇനി ശമ്പളത്തിന് എവിടെ പോകുമെന്നാണ് മാസാദ്യത്തിൽ ഉയരുന്ന ചോദ്യം.